സുലു ഇതുവരെ നിനക്ക് എഴുന്നേക്കാനായില്ലേ? സുലു എഴുന്നേക്ക, 10 മണിയായി. ഈ ഉമ്മച്ചി ഇവ എണീറ്റേ, എണീക്കടേ വാ. ഇവ ദോശ ആയിരിക്കൂലേ? പിന്നെ പുട്ടോ? ഞാൻ പുട്ടും ഉണ്ടാക്കണോ? അഫിക്ക് ദോശ പോരെ? ചപ്പാത്തി ചപ്പാത്തി. എണീറ്റ് കഴിഞ്ഞാലും പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല. രാവിലത്തെ ഭക്ഷണമൊക്കെ ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് അങ്ങോട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് രാവിലത്തെ ആകെയുള്ളൊരു പണി. എന്റെ മോളെ ഈ പഴമെങ്കിലും ഒന്ന് കഴിക്കുന്നേ. നിനക്ക് പുട്ട് വേണമെന്നോട് ഞാൻ പുട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന്. അപ്പൊ നിനക്ക് അത് വേണ്ട, നീ പഴമെങ്കിലും കഴിച്ചൂടെ? വേണ്ട. എന്നാ പൊക്കോ, നാട്ടി പൊക്കോ. ഇല്ല. ഇത് കഷ്ടമാണല്ലോ ഇത്. അങ്ങനെ ഇപ്പൊ ഉമ്മച്ചി വായും കൂടിയിട്ട് ചോറ് കഴിക്കാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പയറ് കറി എല്ലാം വെച്ചിട്ടൊന്നും തൊടുന്നില്ല, എന്ത് തൊട്ടാലും പച്ചച്ചോറാണ്, അതും തിന്നാൻ വയ്യേ. ഇവാക്ക് ഫുഡ് കൊടുക്കൽ പിന്നെ എൻ്റെ ഏരിയ അല്ല കേട്ടോ. അത് എത്ര കഷ്ടപ്പാടാണേലും ഉമ്മച്ചി അന്ന് ചെയ്തു. ഈ ചെടികളൊക്കെ എന്താ ഇങ്ങനെ കഴിഞ്ഞു പോണേ? വെള്ളം ഒഴിച്ചാലും പ്രശ്നം, ഒഴിച്ചില്ലേലും പ്രശ്നം. ഈ അഫി ഇതുവരെ വരാനായില്ലേ? അക്കച്ചി വാ കറങ്ങാൻ പോകാം. ഹലോ, ആക്ച്വലി ഇന്നത്തെ ഈ ഒരു തമ്മിൽ കണ്ടിട്ടായിരിക്കും അല്ലേ എല്ലാവരും വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക. ഞാൻ നാട്ടിലെത്തിയോ, എന്ത് പറ്റപ്പെട്ട നാട്ടിൽ പോകാനായിട്ട്, എന്താണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓടി വന്നതായിരിക്കും. പക്ഷെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ കേട്ടോ. ആക്ച്വലി ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു സ്വപ്നം കണ്ടിട്ടാട്ടോ എണീറ്റത്. അതായത് ഞാൻ നാട്ടിൽ ആ ഒരു സീനൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയുക, ഇങ്ങനെ കറങ്ങി നടക്കുന്ന സച്ചുവിൻ്റെ കൂടെ ഫുൾ അടിച്ചു പൊളിച്ച് ആ ഒരു ലൈഫൊക്കെ ഇങ്ങനെ കണ്ടിട്ടാട്ടോ ഞാൻ എണീറ്റത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്താ പറയുക, കുറേ നാൾ അഫിയെ കാണാണ്ട് ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങടേക്ക് വന്നത് തന്നെ. അപ്പോൾ അന്ന് എനിക്ക് എങ്ങനെയും അഫിയുടെ എത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അഫിയുടെ കൂടെ നിൽക്കണ്ടെന്നല്ല, പക്ഷേ വീട്ടുകാരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഹാപ്പി ആയണേന്ന് ഇങ്ങനെ തോന്നും കേട്ടോ എപ്പോഴും. കാരണം നാട്ടിലിപ്പോൾ ആ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ ഫുൾ അടിച്ചു പൊളിച്ച് ആ ഒരു ലൈഫായിരുന്നു. ഇവിടുത്തെ ലൈഫ് സന്തോഷമില്ല എന്നല്ല, പക്ഷേ ഇത് വേറൊരു സന്തോഷം, അത് വേറൊരു സന്തോഷം. പക്ഷേ ഈ രണ്ട് സന്തോഷങ്ങളും കൂടെ ഒന്നിച്ച് കിട്ടാന്ന് വെച്ചാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലർക്ക് എല്ലാം ഒന്നിച്ച് കിട്ടും, അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ എന്തായാലും ഒന്നിന് വേണ്ടിയിട്ട് ഒന്നിനെ കുറച്ച് നാളത്തേക്കെങ്കിലും നഷ്ടപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വീട്ടിലേക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ പോവാണ്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ, കുറേ നാളായിട്ട് ചോദിക്കണല്ലേ. അപ്പോൾ എന്തായാലും ഉമ്മച്ചിൻ്റെ സച്ചുവിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്താണ്, അവരെ കാണിച്ചു തരുമെന്ന് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവരെ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെയൊക്കെ കാണിച്ചു തരാം. എനിക്കൊന്നും ഞാൻ വീഡിയോയിൽ പോലും അങ്ങനെ വീട്ടിലെ വിശേഷങ്ങൾ പറയാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം.
ഹലോ. കൊറേ നാളായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചീനെ സച്ചുവിനെയും കാണിച്ചതാന്ന്. കണ്ടോളൂ. ഹലോ ഹലോ. ഉമ്മച്ചീനെ എല്ലാവർക്കും മിസ് ചെയ്യണം. ഉമ്മച്ചിയുടെ ചേട്ടിയും ഉമ്മച്ചിയുടെ വർത്താനവും. ഞങ്ങളേന്ന് ആർക്കും വേണ്ട, ഉമ്മച്ചീനെ മതി. ഉമ്മച്ചീനെ സച്ചുവിനെയാണ് എല്ലാരും ചോദിക്കണേ. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വാ, അപ്പൊ നമുക്ക് പൊളിക്കാം. നിങ്ങൾക്കാർക്ക് ഞങ്ങളെ മിസ് ചെയ്യണില്ലേ? ഇല്ല, എനിക്ക് മിസ് ചെയ്യുന്നില്ല. ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് കറങ്ങാനൊക്കെ പോകും. ഹാപ്പിയാണ്. സച്ചു ഇങ്ങനെ നമ്മളെ എപ്പോഴും സന്തോഷമായിട്ട് കൊണ്ട് കിടക്കാണെങ്കിലും സച്ചു പറഞ്ഞു സച്ചു പോവാറായിട്ടാ. സച്ചു പോവുക ബാംഗ്ലൂര്. ഞാൻ അവിടെ നാട്ടിലുള്ളപ്പോ തൊട്ട് പറയണേന്ന് തോന്നുന്നു സച്ചു അടുത്ത മാസം പോവും. സച്ചു അങ്ങനെ ശരിക്കും പോവാണ്. സച്ചുവിന്റെ കല്യാണം കഴിഞ്ഞാന്ന്. സച്ചുവിന്റെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് വരും, സച്ചുവിന്റെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട് കേട്ടാ. പിന്നെ ഉമ്മച്ചിയുടെ ചെടികളൊക്കെ എന്ത് ചെയ്യും? ചെടികളൊക്കെ എന്ത് പറയണ്? പൂച്ച എന്ത് പറയണ്? ഉമ്മച്ചി വരണില്ലേ ദുബായിക്ക്? എന്തായിട്ട്? ഞങ്ങള് പോയതിനു ശേഷമുള്ള അസിന്റെ വീഡിയോ ഒക്കെ ഭയങ്കര ബോറല്ലേ? അങ്ങനെ പറയരുത്. ഞാൻ നാട്ടിലുള്ളപ്പോ വീഡിയോയിൽ ആൾക്കാർക്ക് അഫി വേണമെന്നായിരുന്നു കേട്ടോ. അഫിയുടെ കൂടെയുള്ള വീഡിയോ കാണാനാണ് എല്ലാരും വെയിറ്റ് ചെയ്തത്. ഇവിടെ അഫീനെ കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഉമ്മച്ചീനെ സച്ചുവിനെ മതി. സച്ചു കുറച്ച് സുന്ദരി ആയിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ ഗൈസ്? സച്ചു മുടിയൊക്കെ വെട്ടി കുഞ്ഞു മുടിയാക്കിട്ട. നീളം കാണിച്ചു കൊടുത്തേടി. ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കണ്ട ഇത്ര മുടിയല്ല കേട്ടോ. സച്ചു മൊത്തം മുടിയൊക്കെ വെട്ടി ഭയങ്കര യോയോ സച്ചു ആയി. യോയോ ആയിട്ടൊന്നുമല്ല, എനിക്ക് മേലെ കഷ്ടം. അത് ഊരി പോണ്. അപ്പൊ കുറച്ച് കെയർ ചെയ്യാന്ന് ഓർത്ത് വെട്ടിക്കളഞ്ഞു. സച്ചു ഇങ്ങോട്ട് വാടി, ഒരു മാസം ഇങ്ങോട്ട് വന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോവാം. ടിക്കറ്റ് എടുത്തതാ ഞാൻ വരാം. ടിക്കറ്റൊക്കെ സ്വന്തം കാലിൽ നിക്കണ ആൾക്കാര് സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാൻ. അപ്പൊ ഉമ്മച്ചി പപ്പായി എന്നാ അവർക്ക് എടുത്തു കൊടുക്കുക. അത് ഞാൻ സ്വന്തമായിട്ട് എടുത്തു. പൈസ മുടക്കി. ഓ ഇൻഷല്ല എല്ലാവർക്കും വരാം. അപ്പൊ കൊറേ നാളായിട്ട് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ ഉമ്മച്ചീനെ സച്ചുവിനെയും കാണിച്ചാന്ന്. എനിക്കൊന്ന് ഞാനിവിടെ വന്ന നാള് തൊട്ട് കേൾക്കണേ കേട്ടോ, ഉമ്മച്ചീനെ സച്ചുവിനെ എന്താ വീഡിയോയിൽ കാണിക്കാത്ത, വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരുമെന്ന്. ഞാൻ കാണിക്കാത്തെന്ന് വെച്ചാല് ഒന്നെങ്കിൽ അവിടെ സച്ചു കുളിച്ചിട്ടുണ്ടാവില്ല. സച്ചു 2 ദിവസമായിട്ടുണ്ടാവും കുളിച്ചിട്ട് നല്ല പഞ്ഞ കോലത്തിലായിരിക്കട്ടെ ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഉമ്മച്ചി വല്ല പൂച്ചക്കൂട്ടിലായിരിക്കും. ഇവര് രണ്ടാളും റെഡി ആയിട്ടിരിക്കുമ്പോ ഞാൻ നല്ല അലമ്പ് കോലത്തിലായിരിക്കും. അതൊക്കെ കൊണ്ടാണ് ഇത്ര നാളും. പിന്നെ അത് മാത്രല്ല, പിന്നെ എന്റെ മടി. അതും ഞാൻ വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, പക്ഷെ ക്യാമറ എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടല്ലോ, ഉമ്മച്ചീനെ സച്ചിനൊക്കെ കണ്ടല്ലോ. ഇന്ന് ഇവരെവിടെയോ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇതാ സുന്ദരികളായിട്ട് ഇരിക്കാട്ടാ.
അതുകൊണ്ടാണ് സമയം കളയാണ്ട ഇപ്പൊ തന്നെ വിളിച്ചേച്ചത്. അതുകൊണ്ട് ഈ ഒരു കോലത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ അപ്പൊ വേഗം തന്നെ എല്ലാരും ഇങ്ങോട്ട് വാ. ആ നീ എന്തായാലും കാണിക്കും. അപ്പൊ വേഗം തന്നെ എല്ലാരും ഇങ്ങോട്ട് വാ, നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിക്കാം. ആ അപ്പൊ ശരി എന്നാ എല്ലാവർക്കും പറയൂ പറയൂ. ഇത് കണ്ണടിച്ച് കിടക്ക്. കൊച്ച അലാറം വെച്ചാണ് ഞാന് അഭിനയിക്കാനായിട്ട്. നീ എന്ത് കാണിക്കുന്ന കിടന്ന്? ഇവ ദോശ കഴിക്കൂലേ? എന്താ പിന്നെന്താ വേണ്ട എനിക്ക്? ഇതാണ് ഡയലോഗ്. നിനക്ക് പുട്ട് വേണം പറഞ്ഞ ഞാൻ പുട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പൊ നിനക്ക് പുട്ട് വേണ്ട, പഴമെങ്കിലും കഴിക്കേ. എന്റെ മോളെ ഈ പഴമെങ്കിലും ഒന്ന് കഴിക്കുന്നേ. വേണ്ടെന്ന് പറയണേ.